പാലത്തായി പോക്സോ കേസിലെ പ്രതിക്ക് അടിയന്തരമായി അനുവദിച്ച പരോൾ നീട്ടി നൽകിയിരിക്കുന്നു. സഹോദരി മരിച്ചതിനെ തുടർന്നാണ് പ്രതി പത്മരാജന് ജയിൽ സൂപ്രണ്ട് 3 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നത്. ഈ പരോളാണ് മാർച്ച് 3 വരെ സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നത്. ബി.ജെ.പി നേതാവ് പത്മരാജന് ജീവിതാവസാനം വരെ തടവ് വിധിച്ച 3 മാസത്തിനകത്താണ് ഈ പരോൾ ലഭിക്കുന്നത് എന്ന വാർത്ത കൂടിയുണ്ട്. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, ഈ പത്മരാജനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നടന്ന മെല്ലെപ്പോക്ക്, അത് ബി.ജെ.പി CPM ഒത്തുകളി എന്നുള്ള വിമർശനമൊക്കെ ഒരു ഘട്ടത്തിൽ വന്നതാണ്. ഇപ്പോൾ പരോൾ ലഭിക്കുമ്പോൾ സഹോദരിയുടെ മരണത്തിന് നൽകിയ പരോളാണ്, പക്ഷേ അതിപ്പോൾ നീട്ടി നൽകുമ്പോൾ, സർക്കാർ നീട്ടി നൽകുമ്പോൾ എന്താണ് ഇതിൽ നൽകുന്ന വിശദീകരണം അർജുൻ? സ്മൃതി, തീർച്ചയായിട്ടും ഇത്തരം പോക്സോ കേസുകളും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്കുമൊക്കെ പരോൾ അനുവദിക്കാറില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്രയും നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ പരോൾ അനുവദിക്കാറുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകമായി കാണേണ്ടതാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാലത്തായി പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപകന്, കോടതി ശിക്ഷ വിധിച്ചിട്ട് ജയിലിൽ കഴിയുന്ന അധ്യാപകന് പരോൾ നീട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാലത്തായി കേസിൽ ഈ പറയുന്ന അധ്യാപകന് ജയിൽ സൂപ്രണ്ട് നൽകിയിട്ടുള്ള അടിയന്തര പരോളിന് പുറമെയാണ് ഇപ്പോൾ പരോൾ നീട്ടി നൽകിയിരിക്കുന്നത്. സഹോദരി മരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ മാസം 3 മുതൽ അല്ലെങ്കിൽ ഈ മാസം 3-ാം തീയതി വരെ പരോൾ അനുവദിച്ചിരുന്നത്. അത് പിന്നീട് മാർച്ച് 3 വരെ നീട്ടുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെ പറഞ്ഞത് ജയിൽ സൂപ്രണ്ട് 3 ദിവസമാണ് പരോൾ അനുവദിച്ചിരുന്നത്. ആ പരോളാണ് മാർച്ച് 3 വരെ ഇപ്പോൾ സർക്കാർ നീട്ടി നൽകിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ്. പരമാവധി 20 വർഷം വരെയോ ജീവപര്യന്തമൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അന്ന് ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ശിക്ഷയായി വിധിച്ചത്. കേസിൽ 5 തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും ഇടക്കാല കുറ്റപത്രത്തിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതും ഉൾപ്പെടെ രാഷ്ട്രീയ വിവാദമാവുകയും അങ്ങനെ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. ആ കേസിലെ പ്രതിക്കാണ് ഇപ്പോൾ ഒരു അടിയന്തരമായി അല്ലെങ്കിൽ അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് സർക്കാർ പരോൾ നീട്ടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 3 ദിവസത്തെ പരോൾ പിന്നീട് നീട്ടി കുറെ കൂടി അധിക ദിവസത്തേക്ക് മാർച്ച് 3 വരെ നീട്ടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. എന്തായാലും ഈ പത്മരാജൻ ഇപ്പോൾ മാർച്ച് 3-ാം തീയതി വരെ ജയിലിന് പുറത്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. സ്മൃതി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.